എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിലവിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയുന്നത്. ആദ്യത്തെ സിനിമ അനുരാജ് മനോഹറിന്റെ സംവിധാനത്തിൽ ടോവിനോ തോമസിനെ നായകനാക്കി കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി ഹെവി പോസ്റ്റ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ നരിവേട്ട. നിലവിൽ 5 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ 5ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,07,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിന്റെ ആദ്യ 5 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 7,50,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ ആദ്യ 5 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ ആകെ 5 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 15 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. ഇനി ധ്യാൻ ശ്രീനിവാസൻ നായകനായി കഴിഞ്ഞ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ മറ്റൊരു മലയാള സിനിമയാണല്ലോ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. നിലവിൽ 5 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന സിനിമയുടെ 5ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 35 ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രം ആദ്യ 5 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2,35,00,000 എത്തിയിരിക്കുകയാണ്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിന്റെ 5 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 4 കോടിയിലേക്ക് എത്തപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഏറെ നാളത്തെ ഇടവേളകൾക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസന്റെ മറ്റൊരു മലയാള സിനിമ കൂടി പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടി മികച്ച കളക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ മലയാളത്തിന്റെ ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത് കഴിഞ്ഞ മാസം ഏപ്രിൽ മാസം 25-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി ഹെവി പോസ്റ്റ് അഭിപ്രായങ്ങൾ നേടി ഒരു ചെറിയ സിനിമയുടെ മഹാവിജയമേ മാറിയ സിനിമ കൂടിയാണല്ലോ തുടരും. കേരളത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ തുടരുമെന്ന സിനിമ നിലവിൽ 33 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 33 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 35 ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിന്റെ ആദ്യം 33 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 118,50,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 233 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതിനിടയിൽ തുടരുമെന്ന സിനിമയുടെ OTT അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ലാലേട്ടന്റെ സമീപകാലത്തെ എല്ലാ സിനിമകളും സ്വന്തമാക്കിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ തന്നെയാണ്. ചിത്രം ഈ വരുന്ന മെയ് മാസം 31-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിൽ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ പാൻ ഇന്ത്യൻ ഭാഷകളിലായിരിക്കും ചിത്രം OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത സിനിമ ബിൻഡോ സ്റ്റീഫന്റെ സംവിധാനത്തിൽ ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ദിലീപിന്റെ 150ാമത്തെ സിനിമ കൂടിയായി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ പ്രിൻസ് ആൻഡ് ഫാമിലി. നിലവിൽ 19 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ 19ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 30 ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിന്റെ ആകെ 19 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 15 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം പ്രിൻസ് ആൻഡ് ഫാമിലി ആദ്യ 19 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 22 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ തമിഴിൽ നിന്നും കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് സൂര്യനായകനെത്തിയ ഏറ്റവും പുതിയ തമിഴിലെ സിനിമയാണല്ലോ മാമൻ. നിലവിൽ 10 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന മാമൻ എന്ന സിനിമയുടെ 10 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 30 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഇന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.